എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. പുതിയ ശമ്പള കമ്മീഷൻ രൂപീകൃതമാകുന്നതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അലവൻസുകൾ, പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവ പരിഷ്കരിക്കപ്പെടും. വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായേക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ, പെൻഷൻകാരുടെയും അടിസ്ഥാന ശമ്പളം, അലവൻസുകൾ, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ പരിഷ്കരിക്കുന്നത് എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കണമെന്ന് നിരവധി സ്റ്റാഫ് കമ്മിറ്റികൾ കേന്ദ്ര സർക്കാരിനോട് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുകയാണെങ്കിൽ ഏകദേശം 48.62 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 67.85 ലക്ഷം പെൻഷൻകാർക്കും പ്രയോജനം ലഭിക്കും. 20,000 രൂപ മുതൽ 25,000 രൂപ വരെ ശമ്പള വർധന കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അടിസ്ഥാന ശമ്പളത്തിൽ 25-നും 35-നും ഇടയിൽ വർധനവാണ് എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചാൽ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വലിയ ആനുകൂല്യം ഡിയർനെസ് അലവൻസ് DA, ഹൗസ് റെന്റ് അലവൻസ് HRI, ട്രാൻസ്പോർട്ട് അലവൻസ് TA തുടങ്ങിയ വിവിധ അലവൻസുകൾ കമ്മീഷൻ പരിഷ്കരിച്ചേക്കുമെന്നാണ് സാധ്യത. ഇതുവഴി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും സാധിക്കും. ശമ്പള വർധനയിലൂടെ കേന്ദ്ര സർക്കാർ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അലവൻസുകൾ, ആനുകൂല്യം എന്നിവ അവലോകനം ചെയ്യുന്നതിനും ശുപാർശ ചെയ്യുന്നതിനും കേന്ദ്ര ശമ്പള കമ്മീഷൻ സാധാരണയായി ഓരോ 10 വർഷത്തിലുമാണ് രൂപീകരിക്കുന്നത്. 2014 രൂപീകരിച്ച ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ 2016 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. തുടർന്ന് 2022 മാർച്ച് 31 47.7 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA 3% വർദ്ധിപ്പിച്ച് 34% ആക്കിയിരുന്നു. 68.6 ലക്ഷം പെൻഷൻകാരുടെ ക്ഷാമബത്തയും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ബജറ്റിൽ എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനമുണ്ടാകുകയാണെങ്കിൽ 2026 ജനുവരി 1 മുതൽ ശുപാർശകൾ നടപ്പിലാവും. 1 കോടിയിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമാണ് എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.